അരുണാചൽ പ്രദേശിലെ ലോഹിത് താഴ്വരയിൽ കാട്ടുതീ പടരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ അരുണാചലിലെ ലോഹിത് താഴ്വരയിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാകുന്നതിന്റെ ലക്ഷണങ്ങളുണ്ടോ? ജി കെ, നിലവിൽ ഇപ്പോഴും ഈ ഓപ്പറേഷൻ തുടരുന്നു എന്നാണ് വ്യോമസേന അറിയിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ലോഹിത് താഴ്വരയിൽ ഏതാണ്ട് 9,500 അടിയിലാണ് ഇത്തരത്തിൽ കാട്ടുതീ പടരുന്നത്. അതീവ ദുർഘടമായ ഓപ്പറേഷനാണ് പുരോഗമിക്കുന്നത് എന്നാണ് വ്യോമസേന അറിയിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തീ അണയ്ക്കുന്നതിന് വേണ്ടി MI-17 V5 ഹെലികോപ്റ്ററുകളെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഹെലികോപ്റ്ററുകൾ പലതവണയായി വെള്ളം വാട്ടർ ബോംബിംഗ് നടത്തുകയാണ് ഈ കാട്ടുതീ പടരുന്ന പ്രദേശത്ത്. ഹെലികോപ്റ്ററുകൾ ബോംബി ബക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാട്ടർ ബോംബിംഗ് ഈ പ്രദേശത്ത് നടത്തുന്നത്. സമീപത്തുള്ള ജനവാസ മേഖലയിലേക്ക് തീ പടരുന്നത് തടയാനുള്ള ശ്രമങ്ങളാണ് വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തേക്ക് മറ്റ് മാർഗത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലപ്രദമല്ലാത്ത സാഹചര്യത്തിലാണ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് വെള്ളം ഒഴിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിനകം തന്നെ 12,000 ലിറ്റർ വെള്ളം ഈ പ്രദേശത്ത് എത്തിച്ചതായാണ് വ്യോമസേന അറിയിക്കുന്നത്. ജി കെ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.